ഹലോ ഹായ് നമസ്കാരം യോഗ പാർട്ട് 2ലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്ന യോഗ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇത്. എല്ലാ ദിവസവും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഡെയിലി റുട്ടീൻ പോലെ ചെയ്യാൻ പറ്റുന്ന യോഗയുടെ വാമപ്പ് എക്സസൈസ് അഥവാ ലൂസനിങ് എക്സസൈസ് ഉൾപ്പെടെ കുറച്ച് യോഗാസനങ്ങളോട് കൂടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെയിലി യോഗ ചെയ്യുന്നവർ ഡയറക്റ്റ് ആസനങ്ങളിലേക്ക് കടക്കാതെ അതിന് മുന്നേ ഒരു 15 മിനിറ്റ് സമയം വാമപ്പ് എക്സസൈസ് ചെയ്തിട്ടാണ് യോഗ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാനായിട്ട്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ നിന്നുകൊണ്ടായിരുന്നു വാമപ്പ് എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ കുറച്ച് എക്സസൈസുകളൊക്കെ നമുക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം എല്ലാം ഓരോ പ്രാവശ്യമേ കാണിക്കുന്നുള്ളേ. അത് ഞാൻ വീഡിയോയുടെ സ്പീഡും കൂട്ടിയിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ ശിരസ് മുതൽ പാദം വരെയുള്ള ഓരോ മസിൽസുകളും ജോയിൻസുകളെല്ലാം നമ്മൾ ഇതുപോലെ എക്സർസൈസ് ചെയ്ത് ലൂസാക്കിയിട്ട് യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് യോഗാസനങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മൂക്കിൽ കൂടി ശ്വാസം എടുക്കുക, വായിൽ കൂടി ശ്വാസം തിരിച്ചു വിടുക. ലൂസണിങ് എക്സസൈസിന് ശേഷം നമ്മൾ ചുരുങ്ങിയത് 1 മിനിറ്റെങ്കിലും ശവാസനത്തിൽ റിലാക്സ് ചെയ്യേണ്ടതാണ്. ഇനി ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ് പാദോത്ഥാനാസന. ആദ്യം ഏകപാദോത്ഥാനാസന, അതിനുശേഷം പാദോത്ഥാനാസന, 2 കാലുകളും ഒരുമിച്ച് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മേരുദണ്ഡാസന. മലർന്ന് കിടക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമ്മുടെ തല മുതൽ നടു വരെയുള്ള ഭാഗം പതിയെ മുകളിലേക്ക് ഉയർത്തുക, കൈ ഇതുപോലെ നീട്ടി പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. ഇൻഹേൽ, എക്സേൽ. അടുത്തതായിട്ട് നൗകാസന. പേര് പോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി നൗകയുടെ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. തലഭാഗവും കാലുഭാഗവും ഒരേ ലെവലിൽ ഉയർത്തുക. നമ്മുടെ നടുഭാഗം മാത്രമായിരിക്കും തറയിൽ ടച്ചായിട്ടുണ്ടാവുക. ഒറ്റയടിക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൈകൾ മുകളിലേക്ക് ഉയർത്തി വെച്ചിട്ട് ഒന്നാഞ്ഞിട്ട് എണീക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് പവനമുക്താസന. കൈകളും കാലുകളും മുകളിലേക്ക് ഉയർത്തുക, കാലുകൾ മടക്കി കൈകൊണ്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക. പിന്നെ തലഭാഗം വളച്ചു കൊണ്ടുവന്ന് കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇനി അടുത്തത് കണ്ഠരാസന. കാലുകളും മടക്കി കൈകൾ കൊണ്ട് കാലിൻ്റെ പാദത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് പിടിച്ചിട്ട് ശരീരത്തോട് വലിച്ചടുപ്പിക്കുക. അതിനുശേഷം നമ്മുടെ നടുഭാഗം നന്നായിട്ട് ഉയർത്തുക. നമ്മുടെ കാലുകളും കഴുത്തിൻ്റെ ഭാഗവും മാത്രമായിരിക്കും തറയിൽ ടച്ചായിട്ടുണ്ടാവുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പതിയെ ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തുക. ഇനി ഒരു 30 സെക്കൻഡ് സമയത്തേക്ക് നമുക്ക് വജ്രാസനത്തിലിരിക്കാം. കാലിൻ്റെ പാദങ്ങൾ തറയിൽ പ്രസ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ശാന്തമായിട്ടിരിക്കാം. നട്ടെല്ല് നന്നായിട്ട് നിവർന്നിരിക്കാം. ഈ സമയത്ത് ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിലായിരിക്കണം. ഇനി അടുത്തത് മാർജാരാസന. വജ്രാസനത്തിലിരുന്നു കൊണ്ട് തന്നെ കൈകൾ മുൻപോട്ട് നീട്ടുക. കൈയുടെ മുട്ടും കാലിൻ്റെ മുട്ടും ഒന്ന് ടച്ച് ആവുന്ന രീതിയിൽ ഇരിക്കുക. അതിനുശേഷം മുട്ടുമേൽ നിവർന്ന് നിൽക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമ്മുടെ തലഭാഗം മുകളിലേക്ക് ഉയർത്തുക. നമ്മുടെ നടുഭാഗം മാക്സിമം താഴ്ന്നിരിക്കുക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് തല നമ്മുടെ കൈകൾക്കുള്ളിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ വയറിൻ്റെ ഭാഗം ഉണ്ടല്ലോ, മുതുക് ഭാഗം, അവിടെയൊക്കെ നന്നായിട്ട് മുകളിലേക്ക് എത്ര ഉയർത്താൻ പറ്റുമോ അത്രയും ഉയർത്തുക. ഇത് പേര് പോലെ തന്നെ പൂച്ചയൊക്കെ ഉറങ്ങി എണീറ്റിട്ട് മുതുക് ഭാഗം മുകളിലേക്ക് ഉയർത്തി നിൽക്കുന്ന ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അതുപോലെയാണ് ഇത് ചെയ്യുന്നത്. എല്ലാ ആസനകളും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു 5 തവണയും അതിനുശേഷം ഒരു 10 തവണയൊക്കെ ചെയ്യേണ്ടതാണ്. അടുത്തത് ഉഷ്ട്രാസന. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നടുവിന് കൈ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് പുറകോട്ടൊരു 2-3 പ്രാവശ്യം ഇങ്ങനെ വന്ന് ആഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആസനം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.
കൈകൾ കൊണ്ട് നമ്മുടെ ഉപ്പൂറ്റി ഭാഗത്ത് പിടിക്കുക. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പതിയെ ബാക്കിലോട്ട് വളയുക. കഴുത്ത് മാക്സിമം ബാക്കിലോട്ട് താഴ്ത്തുക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. അടുത്തതായിട്ട് ശശാസന. ഉഷ്ട്രാസനത്തിൻ്റെ ഒരു ഓപ്പോസിറ്റ് പൊസിഷനാണ് ഇത്. വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഇരു കൈകളും സൈഡിൽ കൂടി മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴേക്ക് അമർന്ന് കിടക്കുക. കൈകളുടെ മുട്ടുവരെയുള്ള ഭാഗവും നെറ്റിയും തറയിൽ അമർന്നിരിക്കണം. അതുപോലെ തന്നെ കാൽപാദങ്ങളിൽ നമ്മുടെ ബട്ടക്സ് മുട്ടിക്കാൻ പറ്റുന്നത്രയും ചെയ്യുക. 5 വരെ എണ്ണുന്നത്രയും സമയം ഈ പൊസിഷനിൽ കിടക്കുക. അതിനുശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. മുയലിൻ്റെ ചില പൊസിഷനുമായിട്ട് സാമ്യമുള്ളതുകൊണ്ടാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. ശശാസനം ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് നന്നായിട്ട് രക്തപ്രവാഹം ഉണ്ടാകുകയും അങ്ങനെ നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ മുൻകോപവും ശുണ്ഠിയൊക്കെ അകറ്റാനും ഈ ആസനം സഹായിക്കുന്നു. ഇത് ചുരുങ്ങിയത് ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്യേണ്ടതാണ്. ഓരോ ആസനകൾ ചെയ്ത് കഴിയുമ്പോഴും ഒരു 30 സെക്കൻഡ് ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് അടുത്ത ആസനയിലേക്ക് കിടക്കേണ്ടത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് സമയത്തേക്ക് ശവാസനത്തിൽ കിടക്കാം, അതല്ലെങ്കിൽ മകരാസനത്തിൽ കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പാർട്ട് 2 ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഉടനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. പാർട്ട് 1ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ യോഗ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തു തുടങ്ങിക്കോളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.